നിങ്ങളൊരു മദറാണോ? ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ഒരു സീക്രട്ട് ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ. എല്ലാവരും പറയും നമ്മളുടെ അടുത്ത് ദേഷ്യപ്പെടരുത്, ഷൗട്ട് ചെയ്യരുത്, നല്ലൊരു മദർ ആവണം, കാം ആവണം, കൂൾ ആവണം എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ ഇതൊക്കെ എങ്ങനെ ആവണം എന്നുള്ളത് ആരും പറഞ്ഞു തരുന്നില്ല. ഈ ഒരു ഹൗ ഫാക്ടർ എന്നുള്ളൊരു സംഭവമുണ്ട്, അത് ആരും പറഞ്ഞു തരുന്നില്ല. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഇമോഷൻസ് എന്താണ് എന്നുള്ളത്, ഏതൊക്കെ തരം ഇമോഷൻസിലൂടെയാണ് ഞാൻ എന്ന വ്യക്തി കടന്നു പോകുന്നത് എന്നുള്ളത് ഭയങ്കര മാറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആ ഒരു ഇമോഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. അതിനുശേഷം ഈ ഒരു കുട്ടികൾ ഏതൊക്കെ തരം സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാം. പക്ഷേ ദേഷ്യപ്പെടുന്നതിന് പകരം, റിയാക്ട് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ബ്രീത്ത് ചെയ്തിട്ട് ആലോചിക്കുക, ഇവിടെ ഞാൻ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇത് നീഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണോ എന്നുള്ളത് ഒന്ന് ഇരുന്ന് ആലോചിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനിപ്പോൾ പെട്ടെന്ന് ചൂടാവേണ്ട ഒരു സിറ്റുവേഷൻ അല്ല ഇത് എന്നുള്ളത് നമുക്ക് മോസ്റ്റ് പ്രോബബിളി റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ റിയലൈസ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ കുട്ടികളെ പെർഫെക്റ്റ് ആക്കണം എന്നുള്ളതിന്റെ പിന്നാലെ ഓടുന്നതിന് പകരം ആസ് എ മദർ ഞാൻ എന്ന വ്യക്തി പെർഫെക്റ്റ് ആണോ, എന്നിലൂടെ പോകുന്ന ഇമോഷൻസ് പെർഫെക്റ്റ് ആണോ, കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഇതേപോലെയുള്ള റിയൽ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള പാരന്റിംഗ് ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് ഈ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. ബൈ.